അമരക്കാരിയുമായ ശ്രീമതി രാജി പ്രസാദ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉജ്ജ്വലയായ നേതാവും വീരാംഗനയും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ വീരഗാഥയിലെ അഭിനവ ഉണ്ണിയാർച്ച കൂടിയായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന ദേശീയ കൗൺസിൽ അംഗവുമായ ശ്രീ ജി ഗോപിനാഥ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റും കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ പ്രഭാരിയുമായ പ്രത്യേക ചുമതലക്കാരനുമായ ശ്രീമാൻ ടി.ആർ. അജിത്, ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് സംസ്ഥാന സമിതി അംഗം ശ്രീമതി ബി. രാധാമണി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വെളവൂർക്കൽ സോമൻ, ശ്രീ ജയചന്ദ്രൻ, അതേപോലെ ശ്രീമാൻ എ.ആർ. അരുൺ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്മന്നതരായ നേതാക്കളായ ശ്രീമാൻ അജിമോൻ, ശ്രീ വിളക്കുടി ചന്ദ്രൻ, ശ്രീ പാട്ടാഴി സുഭാഷ്, അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിമാനം നടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യ കരുവായം, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ ബൈജു ചെറുപൊയ്ക, ജില്ലാ വൈസ് പ്രസിഡന്റായ ശ്രീ എം.ആർ. സുരേഷ്, ശ്രീ പുത്തയം ബിജു, ശ്രീ ജോമോൻ കീർത്തനം, ശ്രീ ഉമേഷ് ബാബു, ശ്രീ മിനി ശിവരാമൻ, ശ്രീമതി എസ് പത്മകുമാരി, ശ്രീ ബൈജു തോട്ടശ്ശേരി, ശ്രീ കല്ലടദാസ്, ശ്രീ കെ.ആർ. രാധാകൃഷ്ണൻ, ശ്രീമതി അഡ്വക്കേറ്റ് രമാദേവി, ശ്രീമതി സീന ഉദയൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ നേതാക്കന്മാര്, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സവിശേഷവും ആവേശകരവുമായ സമ്മേളനത്തിൻ്റെ താരം എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവ് ആർ. രശ്മി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമുന്നതരായ നേതാക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമസ്കാരം. ഇന്ന് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ കൊട്ടാരക്കരയുടെ മണ്ണിൽ ഈ സായം സന്ധ്യയിൽ നടക്കുന്ന സമ്മേളനം നമ്മെ സംബന്ധിച്ച് ആവേശകരമാണ്, അതിനപ്പുറത്ത് ആത്മാഭിമാനമുള്ളതാണ്. ഇക്കാലം അത്രയും കോൺഗ്രസിന്റെ ജനകീയ മുഖമായി ജനപിന്തുണയുള്ള സംസ്ഥാന നേതാവായിരുന്ന ശ്രീമതി ആർ. രശ്മി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ദേശീയതയുടെ വികസനത്തിന്റെ രാഷ്ട്രീയമായ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സായം സന്ധ്യയുടെ സവിശേഷത, പ്രത്യേകത. ഇത് ഒരു തുടക്കം മാത്രമാണ്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ചെറിയ ചെറിയ ജൽപ്പനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ശ്രീമതി ആർ. രശ്മി കോൺഗ്രസിന് രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ ജൽപ്പനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ആർ. രശ്മിയുടെ ബി.ജെ.പി. പ്രവേശനം അത് കേവലം ഒറ്റപ്പെട്ടതല്ല. വരാനിരിക്കുന്ന നാളുകളിൽ കോൺഗ്രസിലെ പ്രഗത്ഭരായ പലരും രശ്മിയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. നോക്കൂ, ഇതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായ വി.ഡി. സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ മുൻ പറവൂർ ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി വത്സല പ്രസന്നകുമാറും
ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിലെ ആയിരക്കണക്കിന് പ്രവർത്തകരും ജനപിന്തുണയുള്ള നേതാക്കന്മാരും അഴിമതിയുടെ കറമുരളാത്തവരും ആ പാർട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു തുടക്കം മാത്രമാണ്. നാളെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഞെട്ടിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന പല രാഷ്ട്രീയ സംഭവങ്ങളും ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ ആധികാരികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഈ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. കേരളത്തിൽ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഗവൺമെന്റിനെതിരെ അതിശക്തമായ ജനവിരുദ്ധത, ജനരോഷം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പോഴ് അതിനോടൊപ്പം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്നുള്ള കൂട്ടരാജികൾ സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഒരേ സമയത്ത് ഒരേപോലെ ഉണ്ടാവുക എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത് അപൂർവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സാധാരണ ഉണ്ടാകാറില്ല. ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ജനരോഷം മുഖ്യ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാവുകയാണ് പതിവ്. പക്ഷെ ഇവിടെ ഭരണപക്ഷത്തിനെതിരായ വികാരം ശക്തമാണ്. അതുപോലെ മുഖ്യ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വികാരവും ശക്തമായിരിക്കുന്നു. അതാണ് നിലവിലുള്ള കേരള രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ജനവിരുദ്ധ മുന്നണികളാണ് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ജനവിരുദ്ധ മുന്നണിയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും. ഈ ജനവിരുദ്ധ മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ ബദലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. ദേശീയ ജനാധിപത്യ സഖ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, മാറാത്തത് മാറും എന്നുള്ളത് കേവലം ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ഇതാ ഭാവി രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നതാണ്. മാറാത്തത് മാറും എന്നുള്ളത് രശ്മിയുടെ രാജിയിലൂടെ, BJP പ്രവേശനത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. മാറാത്തത് മാറുകയാണ്. അതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇടുക്കിയിൽ പോയിരുന്നു. 3 തവണ അരിവാച്ചിട്ടിക നക്ഷത്രത്തിൽ ജനവിധി തേടി വിജയിച്ച CPMന്റെ MLA ആയ രാജേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന CPM നേതാവ് 3 തവണ MLA ആയിരുന്ന രാജേന്ദ്രൻ BJPയിലേക്ക് കടന്നു വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നിപ്പോ NDAയുടെ കൂട്ടത്തിൽ ഇപ്പൊ എത്ര മുൻ കോൺഗ്രസ് MLA-മാരുണ്ട്. അൽഫോൺസ് കണ്ണന്താനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു, CPMന്റെ MLA ആയിരുന്നു, ഇന്ന് BJPയിലാണ്. കണ്ണൂർ ജില്ലയിലെ അബ്ദുള്ളക്കുട്ടി, അദ്ദേഹത്തിന് അൽകുലക്കുട്ടി എന്നും പറയാറുണ്ട്. ആ അൽകുലക്കുട്ടി CPMന്റെ MP ആയിരുന്നു, MLA ആയിരുന്നു, ഇന്ന് BJPയിലാണ്. രാജേന്ദ്രൻ 3 തവണ CPM MLA ആണ്, ഇന്ന് BJPയിലാണ്. ഇത് മാത്രമല്ല, എത്രയെത്ര CPMന്റെ സഖാക്കളാണ് ഇന്ന് BJP പ്രവർത്തകരുടെ സുഹൃത്തുക്കളായിട്ട് മാറിയിരിക്കുന്നത്, സഹോദരന്മാരായിട്ട് മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കേരളത്തിൽ
ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് ഈ രാജികൾ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോഴ് എനിക്ക് നിങ്ങളെ സ്ഥലം എം പിക്കെതിരായിട്ട്, അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികൾക്കും നേതാക്കന്മാർക്കെതിരായിട്ട് പലതും പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നില്ല. കാരണം എങ്ങനെയാ പറയാ, എല്ലാ സോഷ്യൽ മീഡിയ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ ലോകസഭാംഗത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഇന്നത്തെ കോൺഗ്രസുകാർ, ഇന്നത്തെ CPM-കാർ, നാളത്തെ BJP-ക്കാരാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിപ്പോ പറയുന്നില്ല. നിങ്ങൾ നാളെ എന്നോട് ചോദിക്കില്ലേ, RSPയെ സ്വീകരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച യോഗത്തിൽ നിങ്ങൾ ഇന്നേ നേതാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ നേതാവിനെയല്ലേ നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ പൊതുയോഗത്തിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും സമുന്നതരായിട്ടുള്ള ഒരു നേതാവിനെ കുറിച്ചും ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നെയും കോൺഗ്രസിനെയും ജനങ്ങൾ ഒരുപോലെ കാണുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് 68 വർഷക്കാലം കേരളത്തെ ഭരിച്ചു മുടിച്ച ഈ CPM-ഉം കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണികളെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഐതിഹാസികമായ തീരുമാനം ജനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിന് മാറ്റം വേണമെന്ന് മലയാളികൾ ആഗ്രഹിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തു വ്യത്യാസമുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ നിങ്ങൾ ഓർക്കണം, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്, MP ഗോവിന്ദൻ മാഷ് പറയുന്നത് ഒരു നവകേരളത്തെ കുറിച്ച്. അതാണ് ഇവരുടെ യാത്രയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, നവകേരളമാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എന്താ? പുതുയുഗമാണ്. പുതുയുഗം. ഇവ ഈ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ആരാ? കേരളം രാഷ്ട്രീയമായി രൂപം കൊണ്ടിട്ട് 68 വർഷം പിന്നിട്ടു. ഇതിൽ 3 പതിറ്റാണ്ടിലധികം കേരളം ഭരിച്ച പാർട്ടിയാണ് CPM-ഉം കോൺഗ്രസും. 3 പതിറ്റാണ്ടിലധികം കേരളം വീതം വെച്ച് ഭരണം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ന് നമ്മളോട് പറയുക, ഞങ്ങൾ നവയുഗം, പുതുയുഗം സൃഷ്ടിക്കും, നവകേരളം സൃഷ്ടിക്കും എന്ന്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം പറയണം, ഞങ്ങൾ ഇതേവരെ 3 പതിറ്റാണ്ട് കാലം ഭരണം നടത്തിയതിലൂടെ ഞങ്ങൾ നവകേരളമല്ല ഇതേവരെ സൃഷ്ടിച്ചത്, ഇരുണ്ട കേരളമാണ് സൃഷ്ടിച്ചത്, ഞങ്ങൾ പ്രാകൃത കേരളമാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ പറയണം. ഞാൻ ചോദിക്കട്ടെ, 3.5 പതിറ്റാണ്ട് കാലം ഭരണം നടത്തിയിട്ട് കോൺഗ്രസിനൊരു പുതുയുഗം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതല്ലേ VD സതീശന്റെ ഈ പുതിയ മുദ്രാവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? 3 പതിറ്റാണ്ടിലധികം കോൺഗ്രസ് നടത്തിയ കേരള ഭരണം പരാജയമാണ് എന്ന് പരസ്യമായി സമ്മതിക്കുകയല്ലേ ഈ നവയുഗം എന്ന മുദ്രാവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ മാർക്സിസ്റ്റ് പാർട്ടി നവകേരളത്തെ കുറിച്ച് പറയുന്നു. 3 പതിറ്റാണ്ടിലധികം കേരളം ഭരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങൾ അവസരം നൽകി. പക്ഷേ ഈ 3 പതിറ്റാണ്ടിലധികം ഭരണം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ ഇനി നവകേരളം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലൂടെ ഇതേവരെ 3 പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിനിടയിൽ ഞങ്ങൾക്കൊരു നവകേരളം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നു, 3 പതിറ്റാണ്ടിലധികം കേരളം ഭരിച്ചിട്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കാത്ത പുതുയുഗവും നവകേരളവും ഇനി ഞങ്ങൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങളെന്ന് ചിന്തിക്കണം.
മാത്രമല്ല ഇവര് ഈ നവകേരളം എന്ന പിണറായിയുടെ മുദ്രാവാക്യത്തിലൂടെ, പുതുയുഗം എന്ന VD സതീശന്റെ മുദ്രാവാക്യത്തിലൂടെ ഇവരുടെ മുൻകാല നേതാക്കന്മാരെ തള്ളിപ്പറയുകയാണ് അല്ലേ? VD സതീശൻ ഇനി ഞങ്ങൾ പുതുയുഗം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് കെ കരുണാകരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, AK ആന്റണിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന തുല്യമാണ്. കേരളത്തിന് പുതുയുഗം സൃഷ്ടിക്കുന്നതിൽ എന്റെ പൂർവികരായിട്ടുള്ള കരുണാകരനും അക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിക്കും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കും പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയല്ലേ ഈ നവയുഗം എന്ന മുദ്രാവാക്യത്തിലൂടെ VD സതീശൻ ചെയ്യുന്നത്? നവകേരളം എന്ന മുദ്രാവാക്യത്തിലൂടെ പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? ഏലംകുളം മനക്ക് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും അതേപോലെ തന്നെ EK നായനാരുടെയും ഭരണം പരാജയമായിരുന്നു. അവർക്ക് ഒരു നവകേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ ഈ പുതിയ നവകേരള മുദ്രാവാക്യത്തിലൂടെ പിണറായി വിജയൻ ചെയ്യുന്നത്? ഞാൻ സൂചിപ്പിക്കുന്നത് 6 പതിറ്റാണ്ടിലധികം നിങ്ങൾ നടത്തിയ ഭരണം ദയനീയമായി പരാജയമായിരുന്നുവെന്ന് നിങ്ങളിപ്പോൾ സമ്മതിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് അവസരം നൽകണമോ? ഇന്ന് നോക്കൂ നിങ്ങൾ, ഞാനൊരു വലിയ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു? ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത കേരളം, ഞങ്ങളുടെ മുദ്രാവാക്യം വിശ്വാസ സംരക്ഷണമാണ്, ഞങ്ങളുടെ മുദ്രാവാക്യം സുരക്ഷിത കേരളമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തിയില്ലേ? വികസനം എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയിലുണ്ടോ? വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയിലുണ്ടോ? സുരക്ഷിതം എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയിലുണ്ടോ? രണ്ട് മുന്നണികളോടും, CPM-ഓടും കോൺഗ്രസോടും ഞങ്ങൾ ചോദിക്കുകയാണ്. നോക്കൂ, ഇവർക്ക് വികസനത്തെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച്, ബിഷപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. പക്ഷെ ചില കാര്യത്തിൽ ഇവർക്ക് തീരുമാനം എടുക്കാൻ ചില മണിക്കൂറുകളെ വേണ്ടു. കള്ളു കുടിക്കാൻ സമയം പോരാ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തു. ഇപ്പോൾ 10 മണി 12 മണിയായി ഉയർത്തി. എത്ര മണിക്കൂർ കൊണ്ടാണ് തീരുമാനം എടുത്തെന്ന് അറിയാം നിങ്ങൾ? 6 മണിക്കൂർ കൊണ്ടാണ്. 6 മണിക്കൂർ. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, ബിഷപ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തതിന്റെ തീരുമാനം 6 മണിക്കൂർ കൊണ്ടെടുത്തു. എന്താ കാരണം? കാരണമുണ്ട്. എത്രയാ? ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട മുഴുവൻ ചെലവും മദ്യ മുതലാളിമാരിൽ നിന്ന്, ബാർ മുതലാളിമാരിൽ നിന്ന് മാർക്സിസ്റ്റ് നേതൃത്വം കൈപ്പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വന്നത്. പറയപ്പെടുന്നത് 100 കോടിയിലധികം രൂപയാണ് മാർക്സിസ്റ്റ് പാർട്ടി ബാർ മുതലാളിമാരിൽ നിന്നും അതുപോലെ മദ്യ മുതലാളിമാരിൽ നിന്നും കൈപ്പറ്റിയത്. അതിന്റെ തെളിവെന്താണെന്നറിയോ നിങ്ങൾ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേൽക്കുമ്പോൾ കേരളത്തിൽ എത്ര ബാറുകളുണ്ടെന്നറിയോ നിങ്ങൾ? 100-ൽ താഴെ ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 100-ൽ താഴെ 29 ബാറുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ബാറുകൾ എന്നറിയോ? 10 വർഷം പിന്നിടുമ്പോൾ 384 ബാറുകളാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 29 ബാറ് 384 ബാറായി ഉയർത്തിയതിന്റെ പിന്നിൽ കോടികളുടെ കോഴയാണ്, കോടികളുടെ കൈക്കൂലിയാണ്, കോടികൾ അഴിമതിയാണ് എന്ന് ആർക്കും സംശയമില്ല. മാത്രമല്ല, നിങ്ങൾ 2 മണിക്കൂർ മദ്യം കഴിക്കാൻ സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ 30 ദിവസത്തേക്ക് എത്ര മണിക്കൂറായി? 60 മണിക്കൂർ. 60 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? നിങ്ങൾ നോക്കണം. ഒരു ദിവസം സാധാരണ ഈ ബാർ തുറന്നു വെക്കുന്നത് എത്ര സമയ പറയപ്പെടുന്നത്? 20 മണിക്കൂറാണ്. അപ്പൊ 3 ദിവസം കൂടുതൽ കിട്ടി എന്നുള്ളതാണ് ബാർ മുതലാളിമാർക്കുള്ള നേട്ടം. മാത്രമല്ല,
ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്നത് CPM-ഉം കോൺഗ്രസും നേതൃത്വം നൽകുന്ന പൂർവ്വ മുന്നണിയിലാണ്. എന്നാൽ ഇത് ശരിയാണ് എന്നിപ്പോ ഈ തീരുമാനത്തിലൂടെ മനസ്സിലാക്കുന്നു. എന്താ അറിയോ? ശക്തമായ സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ ഭാഗത്ത് നിന്ന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു പ്രതിഷേധമുയർന്നപ്പോ കോൺഗ്രസിനും പ്രതികരിക്കേണ്ടി വന്നു. ആ സമയത്ത് നമ്മുടെ വകുപ്പ് മന്ത്രിയായ MP രാജേഷ് പറഞ്ഞത്, BD സതീശ കൂടുതലൊന്നും പറയണ്ട, നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തത്. എന്താ കാരണം? 100 കോടി രൂപയാണ് ഭരണപക്ഷം വാങ്ങിയതെങ്കിൽ 100 കോടി രൂപ പ്രതിപക്ഷത്തിനും കൊടുത്തു എന്നുള്ളത് ഇപ്പൊ നാട്ടിൽ പാട്ട. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ജനവിരുദ്ധ ഭരണപക്ഷം, ജനവിരുദ്ധ പ്രതിപക്ഷം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ 2 മണിക്കൂർ മദ്യം കഴിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തതിന്റെ പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും LDF-ഉം UDF-ഉം CPM-ഉം കോൺഗ്രസും 100 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. മദ്യ മുതലാളിമാരുടെ, ബാർ മുതലാളിമാരുടെ ഈ പണത്തിൽ നിന്നാണ് VD സതീശന്റെ യാത്രയും CPM-ന്റെ യാത്രയും എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഇനിയിപ്പോ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ട്, ശബരിമല. നിങ്ങൾ നോക്കണം, ശബരിമലയില് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ആരാധനാമൂർത്തിയായി കരുതുന്ന ശബരിമലയ അയ്യൻ, ആ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തിൽ എന്താണ് ഇവർ കാണിച്ചത്? ഇപ്പൊ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ചത്. ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിലായാലും, കട്ടിളപ്പാളിയുടെ കാര്യത്തിലായാലും, ഇനി മറ്റു പാളികളുടെ കാര്യത്തിലായാലും അവിടുത്തെ സ്വർണം, അയ്യപ്പന്റെ സ്വർണം മുഴുവൻ പ്രിയമുള്ളവരെ കടത്തിക്കൊണ്ടുപോയില്ലേ? മാത്രമല്ല, അയ്യപ്പന്റെ സ്വർണമെന്ന് പറയുമ്പം ദ്വാരപാലക ശില്പം മാത്രമല്ല, കട്ടിളപ്പാളി മാത്രമല്ല, ബാതിൽപ്പാളി മാത്രമല്ല, അവിടുത്തെ കൊടിമരം നിർമ്മിച്ചതിൽ പോലും, അതിനുപയോഗിച്ച സ്വർണം പോലും ഇവർ കവർച്ച നടത്തി, കൊള്ള നടത്തി എന്നുള്ളതാണ് പുതിയ വസ്തുത. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഉത്തരവാദികൾ ആരായി ഗൂഢാലോചനയിൽ പങ്കെടുത്തത്? തന്ത്രിയാണോ മന്ത്രിമാരാണോ? ഇപ്പോ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. പക്ഷെ കോടതി ഒടുവിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾ അന്നേ നിലപാട് വ്യക്തമാക്കി, ഞങ്ങൾ ആരെയും, ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആരെയും സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. നിയമത്തിന്റെ വഴിക്ക് പോകണം, ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതായത് മന്ത്രിമാരെ SIT ചോദ്യം ചെയ്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. മന്ത്രിയെ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്തത് തന്ത്രിയെയാണ്. അതെങ്ങനെയാ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ കൊല്ലത്തെ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു, ഈ തന്ത്രിയുടെ പേരിൽ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? CPM-ന്റെ രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, ഓർക്കണം, ശബരിമലയിലെ ഇളകുന്ന മുതലും ഇളകാത്ത മുതലും സംരക്ഷിക്കാൻ നിയമപരമായി ഉത്തരവാദപ്പെട്ടവരാരാ? ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ. തന്ത്രിക്ക് എന്താ അധികാരം? അവിടുത്തെ ആചാരത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് തന്ത്രിക്ക് അധികാരം. ആചാരങ്ങളെ കുറിച്ച് അന്തിമമായ തീരുമാനം കൈക്കൊള്ളാൻ തന്ത്രിയാണ്. പക്ഷേ ശബരിമലയിലെ യാവര ജംഗമ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ നിയമപരമായ അധികാരം ദേവസ്വം ബോർഡ് നിക്ഷിപ്തമാണ്.
അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ പണ്ടവും പണവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനുമല്ലേ, തന്ത്രിക്കെന്താ? ആകെ തന്ത്രിയെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? ഈ ദ്വാരപാലക ശില്പം കടത്തിക്കൊണ്ടുപോകുമ്പോൾ തന്ത്രി അയ്യപ്പന്റെ അനുവാദം വാങ്ങിയിട്ടില്ല എന്നാ. ഈ അയ്യപ്പന്റെ അനുവാദം തന്ത്രി വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഏമാമ്മമാർക്ക്, ഈ SITക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പനോട് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ നോക്കണം, എത്ര ബാലിശമാണ് ആരോപണം. അതായത് ഓർക്കേണ്ടതായിട്ടുള്ള നിങ്ങൾ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പം വീണ്ടും സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് അന്നെന്താ സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുത്തത്? അതായത് യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് ആചാര ലംഘനത്തിലൂടെ കേരളത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാ മാർക്സിസ്റ്റ് പാർട്ടിയും LDFും കരുതിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം കൊടുത്തു. അതിന്റെ പേരിലാണ് പ്രിയമുള്ളവരെ ശബരിമലയിൽ 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നൊമ്പരം നൽകിക്കൊണ്ട് ഫാത്തിമ രഹനയെ പോലെയുള്ള, അമ്മണിയെ പോലെയുള്ള പലരെയും പോലീസ് വേഷം അണിയിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായത്. അന്ന് യുവതീ പ്രവേശനം നടന്ന ദിവസം ശബരിമല നടയടക്കാൻ നിർദ്ദേശം നൽകിയ ആളായിരുന്നു ശബരിമല തന്ത്രി രാജീവരൂർ കണ്ഠരര്. അതിന്റെ പകയാണ്, വിദ്വേഷമാണ് ഇന്നവർ വീട്ടിയത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവർക്ക് മോഷ്ടിക്കാനുള്ള, അവർക്ക് കവർന്നെടുക്കാനുള്ള കേന്ദ്രം ഹിന്ദുക്കളുടെ അമ്പലവും ഹിന്ദുക്കളുടെ ക്ഷേത്രവും മാത്രമാണ്. നിങ്ങൾ നോക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാ തട്ടിപ്പുകൾക്കും, എല്ലാ കൊള്ളയ്ക്കും, എല്ലാ കൊള്ളിവെപ്പിനും, എല്ലാ അഴിമതിയും അവർ തെരഞ്ഞെടുക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങളെയാണ്, ശബരിമലയെയാണ്. ഇപ്പോഴത്തെ ഈ സ്വർണം കവർന്ന കേസിൽ CPMന്റെ സമുന്നതരായിട്ട് 2 നേതാക്കന്മാർ ജയിലിലുണ്ടായിരുന്നല്ലോ, പത്മകുമാർ, വാസു. മാർക്സിസ്റ്റ് പാർട്ടി സാധാരണ നമ്മൾ പറയാറെന്താ? എന്തെങ്കിലും ഒരു സഖാവ് തെറ്റ് ചെയ്താൽ ഞങ്ങൾ അന്വേഷിക്കും, കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഞങ്ങളവരെ പുറത്താക്കും, തരം താഴ്ത്തും എന്നൊക്കെയാണ് പറയാറ്. ഞാൻ ചോദിക്കട്ടെ, SIT, നിങ്ങൾ നിശ്ചയിച്ച SIT ശബരിമലയിലെ സ്വർണം കടത്തില്, സ്വർണ്ണ കൊള്ളയില് പങ്കുണ്ട് എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ CPM നേതാക്കളായ പത്മകുമാറിനെയും N വാസുവിനെയും അറസ്റ്റ് ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവരെ പേരിൽ എന്താ പാർട്ടി നടപടിയെടുക്കാതിരുന്നത്? ഇന്നും അവർ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്, മാർക്സിസ്റ്റ് നേതാക്കളാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ, സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ അത് CPM നേതൃത്വത്തിന്റെ അനുമതിയോടും അനുവാദത്തോടും കൂടിയാണ് എന്ന് വളരെ വ്യക്തമല്ലേ പ്രിയമുള്ളവരെ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ നടത്തിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല പങ്ക്, മറിച്ച് നിങ്ങൾ നോക്കുക, അവിടെ സ്വർണം കടത്താൻ, സ്വർണം കൊള്ളയടിക്കാൻ കൂട്ടുനിന്നത് ആരായിരുന്നു? നേതൃത്വം കൊടുത്തത് ആരാ? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയ. ഈ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാ? ഈ പോറ്റി വളർത്തിയത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വമാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. ഈ പോറ്റി ആരുടെ കൂടെയൊക്കെയാ നിന്ന് ഫോട്ടോ എടുത്തത്? ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ ഫോട്ടോ. പോറ്റിയുടെ വീട്ടിൽ അടുക്കളയിൽ പോലും മന്ത്രി പോയിട്ടുണ്ട്. എന്ത് ബന്ധമാണ് നിങ്ങൾ നോക്ക്. ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തിൽ നിന്നും നട തുറന്നാൽ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോൾ മന്ത്രിയായിരുന്ന വാസവനും ശബരിമല നട തുറന്നാൽ കൈ കൂപ്പില്ല, കൈയും കെട്ടി നിൽക്കും. വിശ്വാസമില്ല, അയ്യപ്പനിൽ വിശ്വാസമില്ല. വിശ്വാസത്തിനെതിരാണ് ഇവര്, വിശ്വാസികൾക്കെതിരാണിത്. പക്ഷേ അയ്യപ്പനിൽ വിശ്വാസമില്ലെങ്കിലും
ക്ഷേത്രത്തിൽ വിശ്വാസമില്ലെങ്കിലും അയ്യപ്പന്റെ സ്വർണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പോറ്റി വേറെ ആരുടെ കൂടെയാ? സോണിയാഗാന്ധിയുടെ കൂടെയാ പോറ്റി. UDF കൺവീനറായിട്ടുള്ള നിങ്ങളുടെ അടൂർ പ്രകാശിന്റെ കൂടെ പോറ്റി. ആന്റോ ആന്റണി എന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസ് MP-യുടെ കൂടെയാണ് പോറ്റി. ഞാൻ സൂചിപ്പിച്ചത് പോറ്റിയെ പോറ്റി വളർത്തിയത്, ശബരിമലയിലെ സ്വർണം കവർന്നെടുത്ത കാട്ടുകള്ളനായ പോറ്റിയെ പോറ്റി വളർത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്. പക്ഷെ നോക്കൂ, മാർക്സിസ്റ്റുകാരും കോൺഗ്രസും കൊള്ളയടിക്കാൻ ക്ഷേത്രം മാത്രമേ ഉപയോഗിക്കുന്നത്. മറ്റൊരു ദേവ ആരാധനാലയത്തിലും അവർ തൊടില്ല, പാടില്ല. നമ്മുടെ അഭിപ്രായം ഹിന്ദു ദേവാലയമായാലും ക്രിസ്ത്യൻ ദേവാലയമായാലും മുസ്ലിം ദേവാലയമായാലും രാഷ്ട്രീയക്കാർ ഭരണകൂടം ഇടപെടരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇവിടെ ഹിന്ദുക്കൾ ആരാധനാലയം മാത്രം സർക്കാർ ഏറ്റെടുക്കുകയും അവിടെ നിന്നും സ്വർണവും പണ്ടവും പണവും മോഷ്ടിക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്ന രീതിയല്ലേ കേരളത്തിൽ നിലനിൽക്കുന്നത്? ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തുല്യരല്ലേ? ഞാൻ ചോദിക്കുന്നത്, എന്തു ക്രിസ്ത്യാനികൾക്കെതിരായ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, മുസ്ലിം ആരാധനാലയങ്ങൾ അതേ മതക്കാരും വിശ്വാസികളുമാണ് അതിന്റെ ഭരണം നടത്തുന്നതെങ്കിൽ ഇത് ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതല്ലേ എന്ന സാമാന്യമായ ചോദ്യം ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുകയാണ്. മതേതരത്വം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കൊരു നീതി, ക്രിസ്ത്യാനികൾക്കൊരു നീതി, ഹിന്ദുക്കൾക്കൊരു നീതി എന്നുള്ളതല്ല. എല്ലാ മതക്കാർക്കും ഒരേ നീതി എന്നുള്ളതാണ് മതേതരത്വമെങ്കിൽ എന്താണ് ഹിന്ദുക്കളോട് ഈ വിവേചനം? ഇതിനെക്കുറിച്ചുള്ള ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സുപ്രീം കോടതി ചോദിച്ചു രണ്ട് പ്രസക്തമായ ചോദ്യം. എന്താണെന്നറിയോ? ഇനി ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഏത് സുപ്രീം കോടതി? ഇനി ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? പരാമർശം സുപ്രീം കോടതി നടത്തിയത് തട്ടുകടയേക്കാൾ ശബരിമല പരന്നാണിരിക്കുന്നു. ലോകത്തിലെ കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധനാമൂർത്തിയായി കാണുന്ന ഭഗവാൻ അയ്യപ്പന്റെ സന്നിധാനത്തെ കുറിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞത് തട്ടുകടയേക്കാൾ തരം താഴ്ത്തിയിരിക്കുന്നു. ആര്? ഈ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഇനി എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചത് പിണറായി വിജയനോട് മാത്രമല്ല, VD സതീശനോടും കൂടിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ജനവിരുദ്ധ ഭരണപക്ഷമാണെങ്കിൽ ജനവിരുദ്ധ പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ പറയുന്നു, ആരാണ് ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചത്? ആരാണ് കവർന്നത്? എത്ര കിലോ സ്വർണമാണ് ഭഗവാന്റെ നിങ്ങൾ കവർന്നെടുത്തത്? അത് കണ്ടെത്തണ്ടേ? ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തത്? അത് ഈ കേരള പിണറായി വിജയന്റെ പോലീസിന്റെ അന്വേഷണത്തിലൂടെ സാധിക്കോ? ഇല്ല. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയനും VD സതീശനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണം, സ്വർണ്ണക്കൊള്ള, അതിനെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് കൈമാറാൻ ആവശ്യപ്പെടുമോ? മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ CBIക്ക് അന്വേഷണം കൈമാറുമോ? ഇല്ല. എന്താ കാരണം? CBI അന്വേഷിച്ചാൽ, പ്രിയമുള്ളവരെ, ഞാൻ ഈ ചരിത്രം ഉറങ്ങുന്ന ഈ കൊട്ടാരക്കരന്റെ മണ്ണിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് കേരളത്തിൽ അധികാരം ലഭിച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് CBI അന്വേഷിക്കും. മാത്രമല്ല, കോൺഗ്രസ് മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കയ്യിൽ കയ്യാമം വെച്ചുകൊണ്ട് ജയിലിലേക്ക് അയക്കും. യാതൊരു സംശയവും വേണ്ട. ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച CPM കോൺഗ്രസ് നേതാക്കന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ തയ്യാറാകില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഈ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ വീണ്ടും പറയുന്നു, അന്ന് കൊടുത്ത സത്യവാങ്മൂലം ഈ ഗവൺമെന്റ് പിൻവലിക്കണം. ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. മാർച്ച് 14-ാം തീയതി വീണ്ടും കേസ് വരികയാണ്. പുതിയ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ കൊടുക്കണം. നമ്മുടെ അഭിപ്രായം, NDAയുടെ അഭിപ്രായം, കോടാനുകോടി ഭക്തജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, ആചാരം സംരക്ഷിക്കാൻ ഉതകുന്ന പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് BJPയുടെ NDAയുടെ അഭിപ്രായം.
പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ CPM-ഉം സംസ്ഥാന സർക്കാരും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് വ്യക്തമാക്കാത്തത്? മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന സർക്കാരും പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി എന്ന ലിംഗസമത്വം. അതുകൊണ്ടാണ് യുവതികളെ ഞങ്ങൾ ശബരിമലയിലേക്ക് കയറ്റണം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വാദത്തിന് വേണ്ടി സമ്മതിക്കാം, ഇത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ? കേരളത്തിലെ 90% മുസ്ലിം പള്ളികളിൽ പ്രിയമുള്ളവരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ശബരിമല യുവതികൾക്ക് മാത്രമാണ് പ്രവേശനം നിഷേധിച്ചത് ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ. മുസ്ലിം പള്ളികളിൽ യുവതികൾക്കേ പ്രവേശനമില്ല. 90%. ചില പള്ളികളിൽ പ്രവേശനമുണ്ട്, സമ്മതിക്കുന്നു. BJPയുടെ എൻ്റെ അഭിപ്രായം എന്താ? മുസ്ലിം ആചാരത്തിനനുസരിച്ച് ആ പള്ളിയിൽ അതിന് ചടങ്ങുകൾ നടക്കണം. ക്രിസ്ത്യൻ ആചാരത്തിനനുസരിച്ച്, വിശ്വാസത്തിനനുസരിച്ച് ചർച്ചിലെ ചടങ്ങുകൾ നടക്കണം. ഇത് അഭിപ്രായം ഞങ്ങൾക്ക്. മാത്രമല്ല, ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ വിശ്വാസം, ആചാരം സംരക്ഷിക്കത്തക്ക രീതിയിലാണ് ചടങ്ങുകൾ നടക്കേണ്ടത്. ഇപ്പോൾ ശബരിമലയിൽ ജെൻഡർ ഈക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ലിംഗസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തിമ രഹനയെയും അമ്മണിയെയും ഒക്കെ പോലീസ് അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനത്തിലെത്തിച്ച ബഹുമാനപ്പെട്ട കാരണഭൂതനായ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ ഏതെങ്കിലും സുമയെയോ സുരയെയോ പോലീസ് അകമ്പടിയോട് കൂടി കയറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ അവിടെയും കയറ്റണ്ടേ? അപ്പോഴറിയാം മതേതരത്വത്തിന്റെ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയിട്ട് സുന്നി സമസ്തയുടെ സമ്മേളനത്തിൽ പോയി പിണറായി വിജയനും VD സതീശനും പ്രസംഗിച്ചത് എന്താ? നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം. ഇത് മുസ്ലിം സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച VD സതീശനും പിണറായി വിജയനും എന്തുകൊണ്ടാണ് ശബരിമലയുടെ കാര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇവർ തമ്മിൽ അടിസ്ഥാനപരമായ യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് മാത്രമല്ല, ശബരിമലയുടെ കാര്യത്തിൽ ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികളോടൊപ്പം, അയ്യപ്പ വിശ്വാസികളോടൊപ്പം, അവരെ വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റവും പോകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾ ശബരിമല വിഷയം വന്നപ്പോൾ ഈ ഇരിക്കുന്ന എൻ്റെ അമ്മമാരും സഹോദരിമാരുണ്ട്, ഈ ഇരിക്കുന്ന സഹോദരന്മാരുണ്ട്, ഇതിലിരിക്കുന്ന ബഹുഭൂരിപക്ഷവും അന്ന് നാമസങ്കീർത്തന യാത്രയിൽ, ഘോഷയാത്രയിൽ പങ്കെടുത്തവര്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്നു. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. നോക്കൂ, എത്ര കേസാന്ന് ചോദിക്കും? 125 പരം കേസാ. വനിതയായിട്ടുള്ള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പേരിൽ, മാത്രമല്ല ഈ സ്റ്റേജിലിരിക്കുന്ന രാജീവ് പ്രസാദും എല്ലാവരുടെയും പേരിൽ എത്രയെത്ര കേസുകളാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് എന്തോ ഒരു രേഖ പതിച്ചു എൻ്റെ വീടിൻ്റെ ചുമരിൽ. എൻ്റെ വീട് തലശ്ശേരിയാണ്. മാന്നാർ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. ഞാനതിൻ്റെ സവൻസ് വായിച്ചു നോക്കി. കൊടും കുറ്റം നടത്തിയെന്ന കേസ്, കൊടും കുറ്റം. അപ്പോൾ ഞാൻ 3-ാം പ്രതിയാണ്, കൊടും ക്രിമിനലായ ഞാൻ 3-ാം പ്രതി. പക്ഷെ ഞാൻ നോക്കി, എന്നേക്കാൾ കൊടും ക്രിമിനലായ 2 പ്രതികളുണ്ടല്ലോ, 1-ാം പ്രതിയും 2-ാം പ്രതിയും. അതാരാന്ന് അന്വേഷിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് 1-ാം പ്രതി 97 വയസ്സ് കഴിഞ്ഞ രാജഗോപാൽ, കൊടും ക്രിമിനൽ, പിണറായി വിജയന്റെ കണ്ണിൽ. 2-ാം പ്രതി ആരാന്നറിയോ നിങ്ങൾ? മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരനാണ് 2-ാമത്തെ കൊടും ക്രിമിനൽ. 4-ാമത്തെ കൊടും ക്രിമിനൽ കെ സുരേന്ദ്രൻ. അങ്ങനെ നീണ്ടുപോകുന്നു ആ പ്രതിപട്ടിക. കേരളത്തിലെ 10,000-കണക്കിന് വിശ്വാസികളുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? ഞങ്ങൾ എന്താ ചെയ്ത തെറ്റ്? നാമസങ്കീർത്തന യാത്രയിൽ പങ്കെടുത്തു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്.
കുറ്റമായിട്ട് കണക്കാക്കി കേസ് രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ്. പ്രിയമുള്ളവരെ, ഈ കേരളത്തിൽ നാമജപം ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പേരിൽ ചുമത്തപ്പെട്ട കേസിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിന് മാറ്റം വേണ്ടേ? കേരളത്തിൽ നാമജപം ചെയ്യിക്കാൻ സാധ്യമല്ലേ? അത് ക്രിമിനൽ കുറ്റമാണോ? നോക്കൂ, നമ്മുടെ കൊട്ടാരക്കര ഗണപതിയെ കുറിച്ച് എന്താ നമ്മുടെ സ്പീക്കർ പറഞ്ഞത്? മിത്താന്നാ. മിത്ത് മിത്താണെന്നാ പറഞ്ഞത്. ഇതൊന്നും അർത്ഥമില്ലെന്നാ. നമ്മൾ രാവിലെ പോയിട്ട് തൊഴുന്നില്ലേ ഭഗവാൻ, ഗണപതി ഭഗവാനെ തൊഴുന്നില്ലേ? സ്പീക്കർ പറഞ്ഞത് മിത്താന്നാ. ഇക്കാര്യം MV ഗോവിന്ദനോട് ചോദിച്ചു, CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു. സ്പീക്കർ പറഞ്ഞ അഭിപ്രായത്തോട് കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഗണപതി ഭഗവാൻ മിത്താണെന്ന് പറഞ്ഞ സ്പീക്കറുടെ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? ഗോവിന്ദൻ മാഷ് പറഞ്ഞു, അത് മിത്ത് തന്നെയാണെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദു ദേവതയായ ഗണപതി ഭഗവാനെ മിത്താണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു, സ്പീക്കർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്പീക്കർ തന്റെ സ്വന്തം മതത്തിലെ ദൈവത്തെക്കുറിച്ച്, ആരാധനാമൂർത്തിയെക്കുറിച്ച് ഇതുപോലെ മിത്തെന്ന പ്രയോഗം നടത്താൻ തയ്യാറാകുമായിരുന്നു? അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഈ കേരളം എന്താകുമായിരുന്നു? ഇതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്, ഈ ഹൈന്ദവ സമൂഹത്തിന് നേരെ എന്ത് കുതിരകയറ്റവും നടത്താമെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏതായാലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊന്നും മറക്കില്ല, മറന്നു പോകില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ 68 കൊല്ലക്കാലം CPM-ഉം കോൺഗ്രസും മാറി മാറി ഭരിച്ചില്ലേ? ഇവരെന്താ കേരളത്തിൽ നേടിക്കൊടുത്തത്? എൻ്റെയും നിങ്ങളുടെയും വീട്ടിലെ കുട്ടികൾ, അവരോട് ചോദിച്ചു നോക്ക്, വിദ്യാഭ്യാസത്തിന് എവിടെ പോകണം? ഒന്നുമില്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോകണം, അന്യ രാജ്യത്ത് പോകണം. തൊഴിലിന് വേണ്ടി എവിടെ പോകണം? അന്യ രാജ്യത്ത് പോകണം. പ്രിയമുള്ളവരെ, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അന്യ സംസ്ഥാനത്തിലാണ്, അന്യ രാജ്യത്താണ്. കേരളത്തിലെ യുവാക്കന്മാർ, വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒഴുകുന്നു. കേരളം വൃദ്ധ കേരളമായി മാറുകയാണ്. യുവ കേരളം എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ചെറുപ്പക്കാർ വഴിയാധാരമായി മാറുന്നു. തൊഴിലില്ലായ്മ പ്രശ്നം രൂക്ഷമാണ്. വികസനം എവിടെയാ? ഒരിടത്തും വികസനമില്ല. പ്രിയമുള്ളവരെ, കേരളത്തിലെ ധനമന്ത്രിയാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് കേരളത്തിലെ ധനകാര്യമന്ത്രി. നമ്മുടെ ധനകാര്യ ഖജാനാവിന്റെ അവസ്ഥ എന്താ? ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാരൊക്കെ സിനിമ കാണുന്നവരാ, പഴയ സിനിമ. ഈ മുന്നിലിരിക്കുന്ന പല ആളുകളും പഴയ കാലത്ത് സിനിമ കണ്ടവരായിരിക്കും. അതിൽ ഒരു സിനിമയിൽ, ആ സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല, ബഹദൂർ പാട്ടും പാടി നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് എന്താണെന്നറിയോ? രണ്ടുപേരും എനിക്ക് ഓർമ്മയുണ്ട്. നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസയില്ല. ഇതിപ്പാരാ പാടുന്നത് അറിയാം? ബഹദൂറല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ധനമന്ത്രിയായ ബാലഗോപാലും ഇപ്പൊ നൃത്തം ചെയ്തുകൊണ്ട് പാടുകയാണ്, നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസയില്ല. ആകെ കേരളം മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി കൊടുത്ത കാശ് കൊണ്ടാണ് എന്ന് വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഖജാനാവ് കാലിയായി. സാമ്പത്തിക രംഗം തകർന്നിരിക്കുന്നു, കാർഷിക മേഖല തകർന്നിരിക്കുന്നു, വ്യാവസായിക രംഗം തകർന്നിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കേരളം തകർച്ചയുടെ നെല്ലിപ്പടിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതാരാ ഉത്തരവാദി? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യ മുഴുവൻ വികസിക്കുകയാണ് പ്രിയമുള്ളവരെ. പക്ഷെ കേരളം മാത്രം തകരുന്നു. അതിന് കാരണം ഇവിടുത്തെ ഇന്നലെ വരെയുള്ള കോൺഗ്രസ് ഭരണവും ഇന്ന് ഭരണം നടത്തുന്ന CPM-ന്റെ ഭരണവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നില്ല, 10 വർഷം മുമ്പ് എന്താ LDF പറഞ്ഞത്? LDF വന്നാൽ എല്ലാം ശരിയാകുന്ന. ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നു, LDF വന്നു, 10 വർഷത്തിനുള്ളിൽ എല്ലാം ശരിയായോ? ഈ ചോദ്യമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്നത്. കേരളത്തിലെ യുവാക്കന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ കരങ്ങളിൽ തൊഴിലെത്തിയോ? 30 ലക്ഷം ചെറുപ്പക്കാർ പറയും ഞങ്ങളുടെ കയ്യിൽ തൊഴിലെത്തിയിട്ടില്ല. LDF വന്നു, ശരിയായില്ല. ഞാൻ ചോദിക്കട്ടെ, ആശാ വർക്കർമാര് ഒരു കൂലിക്കൂടുതലിന് വേണ്ടിയിട്ട് മഴയത്തും വെയിലത്തും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തി.
ഒരു 100 രൂപ ഒരു ദിവസം അവർ കൂട്ടിക്കൊടുത്തോ? ഇല്ല. ആശാവർക്കന്മാർ പറയും LDF വന്നു, ഒന്നും ശരിയായില്ല. ഈ നാട്ടിലെ കർഷകർ പറയും LDF വന്നു, ഒന്നും ശരിയായില്ല. ഈ നാട്ടിലെ പാവപ്പെട്ടവർ ധർമാശുപത്രി, സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ, പാവപ്പെട്ടവർ പറയും LDF വന്നു, ഒന്നും ശരിയായില്ല. നോക്കൂ, ഇപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ എന്താ ആരോഗ്യ മേഖലയിൽ എന്താ സംഭവിച്ചെന്നറിയാം നിങ്ങൾ? പണ്ട് സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ എന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ബസ് മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ നടത്തിയാൽ ഒരു കത്രിക ഫ്രീ ആയിപ്പോ. ഒരു കത്രിക ഫ്രീയാ. എന്നിട്ടോ 5 കൊല്ലം 10 കൊല്ലം 50 കൊല്ലം വെച്ചാലും കുഴപ്പമില്ല എന്നാ പറയുന്നത്. ഇതൊരു സംഭവമല്ല, നിരന്തരമായി ഇതേ സംഭവം നടക്കുകയാണ്. എന്താണ് ആരോഗ്യ മേഖല? വെന്റിലേറ്ററിലാണ് ആരോഗ്യ മേഖല. ഒരു സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയെ സമീപിക്കാൻ സാധ്യമല്ല. എല്ലാ രംഗത്തും പരാജയം. അപ്പൊ സാധാരണക്കാർ പറയും LDF വന്നു, ശരിയായില്ല. അവിടെ ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട്. LDF വന്നു, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. എല്ലാം ശരിയായോ എന്ന ചോദ്യത്തിന് മലയാളികൾ ഉത്തരം പറയും, ഒന്നും ശരിയായില്ല, ഒന്നും ശരിയായില്ല എന്ന് ജനങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 2 മുന്നണികൾക്കുമെതിരെ, മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ ഒരു ജനകീയ ബദൽ, വികസനം, രാഷ്ട്രീയം ഈ കേരളത്തിൽ ഉയർന്നു വരണം. വിശ്വാസം സംരക്ഷിക്കണം. അതുപോലെ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്താകില്ല. കേരളത്തെ തലസ്ഥാനം മലപ്പുറത്താണ്. VD സതീശൻ ഇപ്പൊ മുസ്ലിം ലീഗിനോടൊപ്പം മാത്രമല്ല, ദേശവിരുദ്ധ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പമാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയല്ല, അവർ മതരാഷ്ട്രം അംഗീകരിക്കുന്നില്ല. ഇതാണ് VD സതീശൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു, എന്താ? ഞങ്ങൾ മതരാഷ്ട്രം തന്നെയാണ് ഞങ്ങൾ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ ആരാണ് ഭരണം നിയന്ത്രിക്കുക? മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമായിരിക്കും. CPM ഇടതുപക്ഷവും അധികാരത്തിൽ വന്നാൽ SDPയും PFIയുമായിരിക്കും അധികാരം നിയന്ത്രിക്കുന്നുണ്ടാവുക. നമ്മുടെ സുരക്ഷ എവിടെയാ പ്രിയമുള്ളവര്? തീർച്ചയായും ഒരു സുരക്ഷിത കേരളം, വികസിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നിവ യാഥാർത്ഥ്യമാകണമെങ്കിൽ മാർക്സിസ്റ്റ് മുക്ത, കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാകണം. ആ മാർക്സിസ്റ്റ് മുക്ത, കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യാനും ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കാനും ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വികസിത കേരളത്തിന് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷിത കേരളത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഇതിന്റെ സൂചനയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ് ശ്രീമതി R. രശ്മി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അല്പമെങ്കിലും അഭിമാനമുള്ള കോൺഗ്രസുകാർ ആ പാർട്ടിക്കകത്ത് അവശേഷിക്കുന്നുവെങ്കിൽ R. രശ്മിയുടെ പാത സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. ആ പാത സ്വീകരിക്കാൻ എല്ലാ കോൺഗ്രസുകാരും തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വികസിത കേരളത്തിന് വേണ്ടി പ്രിയമുള്ളവരെ, നമുക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങാം, ജനങ്ങളെ ബോധ്യപ്പെടുത്താം, ബോധവൽക്കരിക്കാം. ഈ കേരളത്തിൽ ഒരു പുതിയ ഭരണകൂടം, ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ എന്റെ സഹപ്രവർത്തകന്മാർ, നാട്ടുകാർ തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്റെ പ്രസംഗം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അഗൈതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കീ.